ഹലോ, ഇങ്ങനെ ഒരു തക്കാളി മുട്ടച്ചോറ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാൽ പാത്രം കാലിയാക്കി കൊണ്ടുവരും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല ഓഫീസിലേക്കും കൊടുത്തു വിടാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു തക്കാളി മുട്ടച്ചോറിന്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ എണീക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് മതി കൂടിപ്പോയാൽ, അപ്പോഴേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അതിനുള്ള സീക്രട്ട് എന്താണെന്ന് ഞാൻ അവസാനമാകുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നെയ്യെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില, ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു സവാള ഇത്രയും ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിന് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ആ തക്കാളിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണം. അപ്പൊ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടികളായിട്ട് ഒരുപാടൊന്നും എടുക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, അതുപോലെ ഇച്ചിരി മല്ലിപ്പൊടി. ഇനി എടുക്കുന്ന വെജിറ്റബിൾ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് മാത്രമാണ് 1 ടീസ്പൂൺ നിറയെ എടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറണം കേട്ടോ. ഈ വെജിറ്റബിൾ മസാല ഇല്ലെങ്കിൽ സാധാരണ ഗരം മസാല എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബസുമതി റൈസ് ആണ്. അത് ഞാൻ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യും വെള്ളവും ഉപ്പും അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത്രയും ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ മസാല തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് മസാലകൾ മൂത്തതിന് ശേഷം ഒരു മുട്ട അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചിക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് പിടിക്കണം ആ തക്കാളിയിൽ. എന്നിട്ട് ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് റൈസിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതിലും നമ്മൾ 1 ടീസ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു ലഞ്ച് ബോക്സിനുള്ള റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഞാനിപ്പോൾ റൈസിലും ഉള്ളിയിലും ചേർത്തിട്ടുണ്ട്, പാകത്തിനായിരുന്നു എനിക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മസാലകളൊക്കെ റൈസിൽ എല്ലായിടത്തോട്ടും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. നമുക്കിത് സെർവ് ചെയ്യാം. ഒരു 10 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ അതിന്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇതിൽ നെയ്യ് ചേർക്കുന്നത് കൊണ്ടാട്ടോ ഇത്രയും ടേസ്റ്റ് വരുന്നത്. സാധാരണ ഒരു തക്കാളി ചോറ് കഴിക്കുന്ന ടേസ്റ്റ് എല്ലാം അതിനേലും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി മുട്ടച്ചോറ് കഴിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടോ. എന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. താങ്ക്